മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് 12% ഉയർത്തി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $82 മുകളിലെത്തിയത് 2025 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1970കളിലെ ഇസ്ലാമിക വിപ്ലവ കാലത്ത് ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. എണ്ണവില $100 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ശതകോടികളുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ബാരലിന് $10 വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വാർഷിക അധിക ബാധ്യത 10,000 കോടി രൂപ കവിയും. ഇത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമാവുക മാത്രമല്ല, ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയാണ്. കൂടാതെ ലോകത്തെ പ്രമുഖ LNG ഉൽപ്പാദകരായ ഖത്തറിൽ നിന്നുള്ള കയറ്റുമതി ഹോർമൂസ് വഴി തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ യുദ്ധഭീതി വലിയൊരു തകർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വ്യാപാരം ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. സെൻസെക്സ് 1000-ലധികം പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 24,900 എന്ന നിർണായക നിലവാരത്തിലേക്ക് താഴ്ന്നുപോയി. സാധാരണഗതിയിൽ മാർച്ച് മാസങ്ങൾ ഇന്ത്യൻ വിപണിക്ക് നേട്ടങ്ങളുടേതാകാമെങ്കിലും ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. വാഹന നിർമ്മാണ മേഖല, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, വ്യോമയാന മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നു. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91.25 എന്ന ചരിത്രപരമായ താഴ്ചയിലേക്ക് പതിച്ചത് ഇറക്കുമതി ചെലവ് വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. യുദ്ധകാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ കൂട്ടമായി ചേക്കേറുന്നത് സ്വർണ്ണവിലയിൽ വൻ വർധനവിന് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് $145 വർദ്ധിച്ച് $5,376 സ്വർണ്ണവില എത്തി നിൽക്കുന്നു. കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ ഇത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനാണ് സാധ്യത. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ സ്വർണം ഇനിയും പുതിയ ഉയരങ്ങൾ കീഴടക്കിയേക്കാം. എന്നാൽ കേരളത്തിലെ വിപണിയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയത് വിപണിയുടെ അപ്രതീക്ഷിത സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും രാജ്യാന്തര വിപണിയിലെ കുതിപ്പ് വൈകാതെ തന്നെ പ്രാദേശിക വിപണികളിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. ഭൗമരാഷ്ട്രീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ നില പണ്ടത്തേക്കാൾ പരുങ്ങലിലാണ്. ഇറാന്റെ വിശ്വസ്ത സഖ്യകക്ഷികളായ ഹമാസും ഹിസ്ബുള്ളയും ഇപ്പോൾ മുൻപത്തേക്കാൾ ക്ഷീണിതരാണ്. മാത്രമല്ല, സിറിയയിൽ ഇറാന്റെ വലിയ പിന്തുണക്കാരനായിരുന്ന ബാഷർ അൽ അസദ് അട്ടിമറിക്കപ്പെട്ടതും പുതിയ ഭരണകൂടം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നതും ഇറാന്റെ സ്വാധീനം കുറച്ചിട്ടുണ്ട്. റഷ്യയോ ചൈനയോ ഈ യുദ്ധത്തിൽ നേരിട്ടിടപെടാനുള്ള സാധ്യത കുറവാണെന്നിരിക്കെ ഇറാൻ ഒരു ഒറ്റപ്പെട്ട പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ സാമ്പത്തിക സഹകരണം ഉറപ്പാക്കിയതും ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എബ്രഹാം സന്ധിയിലൂടെ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഇറാനുമായുള്ള വ്യാപാര ബന്ധവും ആശങ്കാജനകമാണ്. അരി, തേയില, വാഴപ്പഴം എന്നിവയുടെ വലിയൊരു വിപണിയാണ് ഇറാൻ. യുദ്ധം മൂലം കയറ്റുമതി തടസ്സപ്പെടുന്നത് ഇന്ത്യൻ കർഷകരെയും കയറ്റുമതിക്കാരെയും സാരമായി ബാധിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചും ഈ യുദ്ധം വലിയ ആശങ്കയാണ് നൽകുന്നത്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ ഭീഷണിയിലും സാമ്പത്തിക അസ്ഥിരതയും പ്രവാസികളുടെ തൊഴിലിനെയും ജീവിതത്തെയും ബാധിക്കാൻ ഇടയുണ്ട്. ദുബായ്, അബുദാബി തുടങ്ങിയ ഓഹരി വിപണികൾ താൽക്കാലികമായി അടച്ചിട്ടത് ഇതിന്റെ സൂചനയാണ്. ചുരുക്കത്തിൽ മധ്യേഷ്യയിൽ പുകയുന്ന യുദ്ധം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള ക്രമത്തെയും സമ്പദ് വ്യവസ്ഥയെയും മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്.
ട്രംപിന്റെ കർക്കശമായ വിദേശ നയവും ഇറാന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും ലോകത്തെ ഒരു പുതിയ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ഇപ്പോൾ കണ്ടറിയേണ്ടത്. ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾക്ക് ഈ പ്രതിസന്ധി വലിയൊരു പരീക്ഷണമാണ്. ഇന്ധനവില നിയന്ത്രിക്കാനും ഓഹരി വിപണിയെ സുരക്ഷിതമാക്കാനും സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും. യുദ്ധം ശാന്തമാകുമോ അതോ ആഗോള വിനാശത്തിലേക്ക് നയിക്കുമോ എന്ന ചോദ്യത്തിന് കാലം തന്നെ മറുപടി നൽകേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.